PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ അടുത്തിടെ നടന്ന പുതിയ നിയമനങ്ങളെക്കുറിച്ചിട്ടാണ്. 2025 മെയ് 16 വരെയുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ് ശ്രീമതി ദ്രൗപദി മുർമു. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ് ശ്രീമതി ദ്രൗപദി മുർമു. അതുപോലെ ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയാണ് ശ്രീ ജഗദീപ് ധൻകർ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയാണ് ശ്രീ ജഗദീപ് ധൻകർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമുക്കറിയാം ശ്രീ നരേന്ദ്രമോദിയാണ്. ഇനി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ നീതി ആയോഗിനെ കുറിച്ച്. നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അത് ഇപ്പോൾ നരേന്ദ്രമോദി ആയതുകൊണ്ട് നീതി ആയോഗിൻ്റെ ചെയർമാൻ ശ്രീ നരേന്ദ്രമോദിയാണ്. അതേപോലെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ അഥവാ ഉപാധ്യക്ഷൻ ആരാണ്? അത് ഇപ്പോൾ നിലവിൽ സുമൻ ബെറിയാണ്. സുമൻ ബെറി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. ഞാൻ ഈ മഞ്ഞയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം ഒന്നെങ്കിൽ പ്രധാനപ്പെട്ടതാകും, അല്ലെങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ ഇനി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് മഞ്ഞയിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നീതി ആയോഗ് വൈസ് ചെയർമാൻ ശ്രീ സുമൻ ബെറിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദി, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബെറി, നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യം. നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അടുത്തൊരു പോയിന്റ് നമുക്കറിയാവുന്നതാണ് 18ാമത് ലോകസഭ സ്പീക്കർ. ഇതും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇതിനു മുമ്പ്. 18ാമത് ലോകസഭാ സ്പീക്കർ ഓം ബിർളയാണ്. 18ാമത് ലോകസഭയുടെ പ്രോട്ടേം സ്പീക്കർ ആയിരുന്നത് ശ്രീ ഭർതൃഹരി മെഹ്താബാണ്. ഭർതൃഹരി മെഹ്താബ്. ലോകസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ്. ലോകസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ. ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും നമ്മുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും. അത് എക്സ് ഒഫീഷ്യോ പോസ്റ്റാണ് രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യസഭയുടെ ഇന്ത്യയുടെ നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണോ അദ്ദേഹമായിരിക്കും എപ്പോഴും രാജ്യസഭയുടെ ചെയർമാൻ. നിലവിൽ ജഗദീപ് ധൻകർ ആണ് നമ്മുടെ ഉപരാഷ്ട്രപതി. അതുകൊണ്ട് രാജ്യസഭയുടെ ചെയർമാൻ ജഗദീപ് ധൻകർ ആണ്. രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗ് ആണ്. രാജ്യസഭാ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോദി അഥവാ PC മോദി അല്ലേ. രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? പ്രമോദ് ചന്ദ്ര മോദി അഥവാ PC മോദി. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയാണ്. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ. ഇതിൽ മിക്ക കാര്യങ്ങളൊക്കെ പഴയത് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ സുമൻ ബെറി അല്ലേ, നമുക്ക് നീതി ആയോഗ് തൊട്ടുള്ളതൊന്ന് റിവൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമുക്ക് നരേന്ദ്രമോദി നീതി ആയോഗിൻ്റെ ചെയർമാനാണ്. സുമൻ ബെറി ആരാണ്? ഒന്ന് മനസ്സിലേക്ക് ആലോചിച്ച് നോക്കുക. സുമൻ ബെറി ആരാണ്? നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ബെറി. BVR സുബ്രഹ്മണ്യം മനസ്സിലേക്ക് ആലോചിച്ച് നോക്കുക. BVR സുബ്രഹ്മണ്യം ആരാണ്? നീതി ആയോഗിൻ്റെ CEO ആണ് അല്ലെ. നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആണ് BVR സുബ്രഹ്മണ്യം. ഓം ബിർള ചോദിച്ചിട്ടുള്ളതാണ്. ഓം ബിർള ആരാണ്? 18ാമത് ലോകസഭാ സ്പീക്കറാണ് ഓം ബിർള. ഭർതൃഹരി മെഹ്താബ് അല്ലെ, നല്ല രസമുണ്ട് പേര് കേൾക്കാൻ അല്ലേ. ഭർതൃഹരി മെഹ്താബ് ആരാണ്? 18ാമത് ലോകസഭയുടെ സ്പീക്കറാണ് ശ്രീ ഭർതൃഹരി മെഹ്താബ്. അടുത്തത് ഉത്പൽ കുമാർ സിംഗ് ആരാണ്? ലോകസഭാ സെക്രട്ടറി ജനറലാണ് ഉത്പൽ കുമാർ സിംഗ്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ്. ജഗദീപ് ധൻകർ രാജ്യസഭയുടെ ചെയർമാൻ. ഹരിവംശ നാരായൺ സിംഗ് രാജ്യസഭ വൈസ് ചെയർമാനാണ്. ഹരിവംശ നാരായൺ സിംഗ്. പ്രമോദ് ചന്ദ്ര മോദി രാജ്യസഭാ സെക്രട്ടറി ജനറലാണ് പ്രമോദ് ചന്ദ്ര മോദി. അടുത്തത് നോക്കുക. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. പ്രതിപക്ഷ നേതാവ് അല്ലേ. പിന്നൊരു പോയിന്റ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് 52 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അത് നമ്മൾ ആ നമ്പർ ഓർത്തിരിക്കണം. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ. ഈ അടുത്തിടെ മെയ് ഫസ്റ്റ് വീക്ക് മാറിയതാണ് അല്ലേ. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഭൂഷൺ രാം കൃഷ്ണ ഗവായ് അല്ലേ. ഭൂഷൺ രാം കൃഷ്ണ ഗവായ് അഥവാ BR ഗവായ്. 52ാമത് സുപ്രീം കോടതി, ആ നമ്പർ നോക്കുക. 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഭൂഷൺ രാം കൃഷ്ണ ഗവായ്. ചിലപ്പോൾ BR ഗവായ്
എന്നായിരിക്കും കാണുക, അല്ലേ? നിങ്ങൾ മുഴുവൻ പേര് തന്നെ പഠിച്ചു വയ്ക്കുക. ഭൂഷൺ രാംകൃഷ്ണ ഗവായ്. അതാണ് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? അത് സഞ്ജീവ് ഖന്നയായിരുന്നു, അല്ലേ? സഞ്ജീവ് ഖന്നയായിരുന്നു 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ നിലവിൽ 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അത് ഭൂഷൺ റാം കൃഷ്ണ ഗവായ് അഥവാ BR ഗവായ് ആണ്. 16ാമത് അറ്റോർണി ജനറൽ, നമ്പർ 16ാമത് അറ്റോർണി ജനറലാണ് ശ്രീ R വെങ്കിട്ടരമണി. R വെങ്കിട്ടരമണി 16ാമത് അറ്റോർണി ജനറലാണ്. 23ാമത് സോളിസിറ്റർ ജനറലാണ് ശ്രീ തുഷാർ മെഹ്ത. 23ാമത് സോളിസിറ്റർ ജനറലാണ് ശ്രീ തുഷാർ മെഹ്ത. അപ്പോൾ നമ്മൾ ഇത് റിവൈസ് രീതിയിലൊന്ന് ഓർത്തിരിക്കാനാണെങ്കിൽ ഭൂഷൺ റാം കൃഷ്ണ ഗവായ് ആരാണ്? BR ഗവായ്. ഭൂഷൺ റാം കൃഷ്ണ ഗവായ് മനസ്സിലേക്ക് ആലോചിക്കുക. BR ഗവായ് ആരാണ്? 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ സഞ്ജീവ് ഖന്ന ആരായിരുന്നു? 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. മല്ലികാർജുൻ ഖാർഗെ എന്താണ് പ്രത്യേകത? രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാണ്. R വെങ്കിട്ടരമണി ആരാണ്? 16ാമത് അറ്റോർണി ജനറലാണ് R വെങ്കിട്ടരമണി. തുഷാർ മെഹ്ത ആരാണ്? 23ാമത് സോളിസിറ്റർ ജനറലാണ് തുഷാർ മെഹ്ത. അടുത്തത് സഞ്ജയ് മൂർത്തി. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഈ സഞ്ജയ് ചേർത്ത് വരുന്ന കുറച്ച് പേരുണ്ട്, അത് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സഞ്ജയ് മൂർത്തിയുണ്ട്, സഞ്ജയ് മൽഹോത്രയുണ്ട്, അല്ലേ? ഇപ്പോൾ ഒരു സഞ്ജയ് ഖന്ന പഠിച്ചു. അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു എഴുതി വെച്ചിട്ട് തന്നെ പഠിക്കുക. ഇവരുടെ പേരെഴുതിയിട്ട് പോസ്റ്റ് ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുക. സഞ്ജയ് ഖന്ന എന്ന് പറയുന്ന വ്യക്തി 51ാമത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. സഞ്ജയ് ഖന്ന എന്ന് പറയുന്നത് ഖന്ന. അതേപോലെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സഞ്ജയ് മൂർത്തിയെ കുറിച്ചിട്ടാണ്. സഞ്ജയ് മൂർത്തി ആരാണ്? 15ാമത് CAG ആണ്. ഇന്ത്യയുടെ 15ാമത് CAG ആണ് സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത്. ജ്ഞാനേഷ് കുമാർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജ്ഞാനേഷ് കുമാറാണ് നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാറാണ് ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നിലവിൽ. ഇനി വേറെ 2 ഇലക്ഷൻ കമ്മീഷണർമാർ കൂടിയുണ്ട് അതിൽ, അല്ലേ? ആരൊക്കെയാണ്? സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ് ആ 2 പേർ. സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവരാണ് ഇലക്ഷൻ കമ്മീഷണർമാർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്. ഇനി അടുത്ത ആളാണ് സഞ്ജയ് മൽഹോത്ര, അല്ലേ? സഞ്ജയ് മൽഹോത്ര ആരാണ്? 26ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് ശ്രീ സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ജയ് മൽഹോത്ര ആരാണ്? 26ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹീരാലാൽ സാമരിയയാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സാമരിയ. ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ്. ഇതൊക്കെ ഈ മഞ്ഞയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇനിയും ചോദിക്കും. ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ്. വിജയ് കിഷോർ റഹത്കർ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാനാണ് വിജയ് കിഷോർ റഹത്കർ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനോ? അത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, അല്ലേ? നമ്മൾ തിരിച്ചും മറിച്ചും പഠിക്കുമ്പോൾ നമ്മൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഓടി വരും. നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ തന്നെ മനസ്സിലാവും. അടുപ്പിച്ച് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മോഡുലേഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ, അല്ലേ? ഹാൻസ് രാജ് നല്ല പേരല്ലേ, പറയാനും കേൾക്കാനും നല്ല രസമാണ്. ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ ഇത് ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാനാണ്. ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ ആണ്. ഇത് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. സഞ്ജയ് ഖന്ന ആരാണ്? സഞ്ജയ് ഖന്ന 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സഞ്ജയ് മൽഹോത്ര ആരാണ്? സഞ്ജയ് മൽഹോത്ര 26ാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൂർത്തി ആരാണ്? അത് ഇന്ത്യയുടെ 15ാമത് CAG ആണ് സഞ്ജയ് മൂർത്തി. ജ്ഞാനേഷ് കുമാർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ഇന്ത്യയുടെ നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവർ ഇലക്ഷൻ കമ്മീഷണർമാരാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും ഇലക്ഷൻ കമ്മീഷണർമാർ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയുമാണ്. ഹീരാലാൽ സാമരിയ, അല്ലേ? അത് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. ജസ്റ്റിസ് V രാമ
രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വിജയ് കിഷോർ റഹത്കർ. ആരാണ് അത്? ഇന്ത്യയുടെ നിലവിലെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ. ഇക്ബാൽ സിംഗ് ലാൽപുര, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഹാൻസ് രാജ് ഗംഗാറാം ആഹിർ, ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാനാണ്. അടുത്തത് കിഷോർ മക്വാന. ആരാണ് കിഷോർ മക്വാന? അത് SC കമ്മീഷൻ ചെയർമാനാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ ചെയർമാനാണ് ശ്രീ കിഷോർ മക്വാന. ST കമ്മീഷൻ ചെയർമാനാണ് ശ്രീ അന്തർ സിംഗ് ആര്യ. ആരാണ്? ST കമ്മീഷൻ ചെയർമാൻ. SC കമ്മീഷൻ ചെയർമാൻ കിഷോർ മക്വാന. ST കമ്മീഷൻ ചെയർമാൻ അന്തർ സിംഗ് ആര്യ. ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ തൃപ്തി ഗുർഹയാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ഇതുവരെ പ്രിയങ്ക അനുഗു ആയിരുന്നല്ലോ ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ. ഇപ്പോൾ നിലവിൽ തൃപ്തി ഗുർഹയാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ തൃപ്തി ഗുർഹ. നിങ്ങൾക്ക് ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടെ. നിങ്ങളുടെ ലൈക്കാണ് ഈ വീഡിയോ മാക്സിമം റീച്ച് ആവുന്നത്. നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ആരാണ്? തൃപ്തി ഗുർഹയാണ്. രണ്ടാമത് ലോക്പാൽ AM കാൻവിൽക്കർ. അദ്ദേഹം തന്നെയാണ് നിലവിലെയും ലോക്പാൽ. രണ്ടാമത് ലോക്പാലായിട്ടുള്ള നിലവിലെ ലോക്പാൽ ആര് തന്നെയാണ്? AM കാൻവിൽക്കർ. അപ്പോൾ ഒന്നാമത് ലോക്പാൽ ആരായിരുന്നു? ആദ്യത്തെ ലോക്പാൽ ശ്രീ പിനാക്കി ചന്ദ്രഘോഷ് ആയിരുന്നു ഒന്നാമത് ലോക്പാൽ. നിലവിലെ ലോക്പാൽ അല്ലെങ്കിൽ രണ്ടാമത് ലോക്പാൽ ആരാണ്? AM കാൻവിൽക്കർ ആണ്. UPSCയുടെ നിലവിലെ ചെയർമാൻ അജിത് കുമാർ ആണ്. ഇത് കഴിഞ്ഞ ദിവസം, അതായത് മെയ് 14 2025 മെയ് 14 അപ്ഡേഷനാണ്. UPSC ചെയർമാൻ ശ്രീ അജയ് കുമാർ ആണ്. UGCയുടെ ചെയർമാൻ ശ്രീ വിനീത് ജോഷിയാണ്. UGCയുടെ ചെയർമാൻ ആരാണ്? ശ്രീ വിനീത് ജോഷിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ അരവിന്ദ് പനഗരിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഈ അടുത്തിടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ശ്രീ അരവിന്ദ് പനഗരിയ. 15ാമത് ധനകാര്യ കമ്മീഷൻ NK സിംഗ് ആയിരുന്നു. ശ്രീ NK സിംഗ് ആയിരുന്നു 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. കിഷോർ മക്വാന മനസ്സിലേക്ക് ആലോചിക്കും. ആരാണ് കിഷോർ മക്വാന? SC കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന. അന്തർ സിംഗ് ആര്യ ആരാണ്? അന്തർ സിംഗ് ആര്യ ST കമ്മീഷൻ ചെയർമാൻ. തൃപ്തി ഗുർഹ ആരാണ്? ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാനാണ്. അല്ലേ? കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കുമ്പോൾ, അല്ലേ, അവരെ നമ്മൾ പരിപാലിക്കുമ്പോൾ നമുക്കൊരു തൃപ്തി തോന്നും. അല്ലേ? അത് അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വയ്ക്കുക. തൃപ്തി ഗുർഹ. കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് തൃപ്തി തോന്നും. തൃപ്തി ഗുർഹ ദേശീയ ബാലാവകാശ സംരക്ഷണ സമിതി ചെയർമാനാണ് തൃപ്തി ഗുർഹ. AM കാൻവിൽക്കർ ആരാണ്? AM കാൻവിൽക്കർ രണ്ടാമത് ലോക്പാലാണ്. AM കാൻവിൽക്കർ. പിനാക്കി ചന്ദ്രഘോഷ് ഒന്നാമത് ലോക്പാൽ. അരവിന്ദ് പനഗരിയ ആരാണ്? അരവിന്ദ് പനഗരിയ 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ്. ആ നമ്പർ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ശ്രീ അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത്. അരവിന്ദ് പനഗരിയ. UGCയുടെ നിലവിലെ ചെയർമാൻ ശ്രീ വിനീത് ജോഷി. UPSC ചെയർമാൻ ശ്രീ അജയ് കുമാർ. NK സിംഗ് ആരാണ്? NK സിംഗ് 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിരുന്നു. NK സിംഗ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലൈക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ശ്രീ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. 23ാമത് നിയമ കമ്മീഷൻ ലോ കമ്മീഷൻ ചെയർമാൻ 23. ആ നമ്പരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ ശ്രീ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ശ്രീ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർപേഴ്സൺ ആരാണ്? ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ് മൃത്യുഞ്ജയ് കുമാർ നാരായൺ. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ്. GST കൗൺസിൽ ചെയർമാൻ നിർമ്മല സീതാരാമനാണ്. GST കൗൺസിൽ ചെയർമാൻ ആരാണ്? നിർമ്മല സീതാരാമനാണ്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. ഇത് അടുത്തിടെ നടന്നൊരു അപ്പോയിൻമെൻ്റ് ആണ്. ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ആരാണ്? 23ാമത് നിയമ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 23ാമത് നിയമ കമ്മീഷൻ ചെയർമാൻ. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ചെയർപേഴ്സണാണ്. മൃത്യുഞ്ജയ് കുമാർ നാരായൺ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറാണ്. നിർമ്മല സീതാരാമൻ GST കൗൺസിൽ ചെയർമാനാണ്. ഇനി അടുത്ത് നോക്കാം, വിക്രം മിശ്രി. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ഒരു പേര് നിങ്ങൾ പരീക്ഷയിൽ കണ്ടേക്കാം. വിക്രം മിശ്രി, അല്ലേ?
വിക്രം മിശ്രി ആരാണ്? ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ്. നിലവിലെ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. ഇന്ത്യ പാക് വാർ, ഈ അടുത്തിടെ നടന്ന ഇന്ത്യ പാക് വാറിൽ അല്ലെ നമ്മുടെ പത്രത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട പേരുകളിലൊന്നാണ് ശ്രീ വിക്രം മിശ്രി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് ശ്രീ വിക്രം മിശ്രി. ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് ഗോവിന്ദ് മോഹൻ. ഗോവിന്ദ് മോഹൻ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ്. ക്യാബിനറ്റ് സെക്രട്ടറിയാണ് TV സോമനാഥൻ. ക്യാബിനറ്റ് സെക്രട്ടറി, ക്യാബിനറ്റ് മന്ത്രിസഭ അല്ലേ, അവിടെ ഒരു TV ഉണ്ട് അല്ലെ, TV വെച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. TV സോമനാഥൻ, ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥൻ. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയാണ് ശ്രീ രാജേഷ് കുമാർ സിംഗ് അല്ലേ. ഇന്ത്യ പാക് വാറുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ അടുത്ത് തന്നെ ചോദിക്കപ്പെട്ടേക്കാം അല്ലേ. ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അല്ലേ ശ്രീ അജിത് ഡോവൽ അല്ലേ. ഇന്ത്യ ഏറ്റവും അല്ലെ മോസ്റ്റ് എന്താണ് പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യ കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, മോസ്റ്റ് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അജിത് ഡോവൽ അല്ലേ. അദ്ദേഹത്തിൻ്റെ ചരിത്രം തന്നെ പഠിക്കാൻ വളരെ ത്രില്ലിംഗ് ആണ്. ഒരു സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള കഥയാണ് ശ്രീ അജിത് ഡോവലിൻ്റേത് അല്ലേ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ പേരുകളിൽ 3 പേരും ചിലപ്പം ചോദിച്ചേക്കാം, ചിലപ്പോഴല്ല ചോദിക്കും, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. വിദേശകാര്യ സെക്രട്ടറി. രാജേഷ് കുമാർ പ്രതിരോധ സെക്രട്ടറി. അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ജസ്റ്റ് പത്രം വായിച്ചാൽ തന്നെ ഇതൊക്കെ കിട്ടും. അടുത്തത് അജയ് സേത്ത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ്. ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറിയാണ് അജയ് സേത്ത്. ജനറൽ അനിൽ ചൗഹാൻ, ഞാനീ പറഞ്ഞ ഇൻഡോ പാക് വാറുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട അടുത്ത വ്യക്തിയാണ് ശ്രീ ജനറൽ അനിൽ ചൗഹാൻ. 2ാമത് സംയുക്ത സേനാ മേധാവിയാണ് ഇദ്ദേഹം. സേനയുടെ എല്ലാ സേനയുടെയും ആത്മാർത്ഥമായ സഹകരണമാണ് പാകിസ്ഥാൻ വാർ, ഇൻഡോ പാക് വാർ നമ്മൾ ജയിക്കാൻ കാരണം അല്ലേ. അപ്പോൾ നോക്കുക, 2ാമത് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാനാണ്. 1ാമത് സംയുക്ത സേനാ മേധാവി എന്ന് പറഞ്ഞാൽ ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു. 1ാമത് സംയുക്ത സേനാ മേധാവി. ഇന്ത്യയുടെ 2ാമത് സംയുക്ത സേനാ മേധാവിയാണ് ശ്രീ ജനറൽ അനിൽ ചൗഹാൻ. കരസേന, ഇന്ത്യയുടെ നിലവിലെ കരസേന മേധാവി ആരാണ്? ജനറൽ മനോജ് പാണ്ഡെ. നാവികസേനയുടെ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് നാവികസേനാ മേധാവി. ഇന്ത്യയുടെ വ്യോമസേനാ മേധാവിയാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യയുടെ വ്യോമസേന മേധാവി. IB ഡയറക്ടർ ആരാണ്? തപൻ കുമാർ ദേഖയാണ്. IBയുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ കുമാർ ദേഖ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാൻ S ഗോപാലകൃഷ്ണനാണ്. നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. നോക്കുക, അജിത് ഡോവൽ ആരാണ്? അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. അജയ് സേത്ത് അല്ലെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ് അജയ് സേത്ത്, ധനകാര്യ സെക്രട്ടറി. ജനറൽ അനിൽ ചൗഹാൻ 2ാമത് സംയുക്ത സേനാ മേധാവിയാണ് അല്ലെ, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ജനറൽ അനിൽ ചൗഹാൻ. ബിപിൻ റാവത്ത് ആദ്യത്തെ ഡിഫൻസ് സ്റ്റാഫ് ചീഫായിരുന്നു. ജനറൽ മനോജ് പാണ്ഡെ ആർമി ചീഫാണ് അല്ലെ, കരസേനാ മേധാവിയാണ് ജനറൽ മനോജ് പാണ്ഡെ. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി അല്ലെ, നാവികസേന നേവിയുടെ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. വ്യോമസേന മേധാവിയാണ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്. തപൻ കുമാർ ദേഖ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടറാണ്. S ഗോപാലകൃഷ്ണൻ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ചെയർമാനാണ് അല്ലേ. അടുത്ത് നോക്കുക, NIAയുടെ ഡയറക്ടർ സദാനന്ദ് വസന്ത് ദത്തയാണ്. NIAയുടെ ഡയറക്ടർ ആരാണ്? സദാനന്ദ് വസന്ത് ദത്തയാണ് NIAയുടെ ഡയറക്ടർ അല്ലെ. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് NIA. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആണ് റോയുടെ ഡയറക്ടറാണ് ശ്രീ രവി സിൻഹ. NIA ഡയറക്ടർ സദാനന്ദ് വസന്ത് ദത്തെ. CBI ഡയറക്ടർ പ്രവീൺ സൂദ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ രാഹുൽ നവീൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എൻഫോഴ്സ്മെൻറ്റ് 2024 ചോദിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ രാഹുൽ നവീൻ തന്നെയാണ് ഇപ്പോഴും ആ പദവിയിൽ തുടരുന്നത്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. ISRO ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ISROയുടെ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. VSSC ഡയറക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഡയറക്ടർ. അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയാണ്. നമ്മളൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ
നോക്കാം. രവി സിൻഹ ആരാണ്? രവി സിൻഹ ആരാണ്? റോയുടെ ഡയറക്ടറാണ് രവി സിൻഹ അല്ലേ. സദാനന്ദ് വസന്ത് ദത്തെ ആരാണ്? NIA ഡയറക്ടറാണ്. പ്രവീൺ സൂദ് CBI ഡയറക്ടറാണ്. രാഹുൽ നവീൻ ED അല്ലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഡയറക്ടറാണ് രാഹുൽ നവീൻ. പ്രവീൺ കുമാർ ശ്രീവാസ്തവ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ചെയർമാനാണ്. ഡോക്ടർ വി നാരായണൻ ISRO ചെയർമാനാണ്. എസ് ഉണ്ണികൃഷ്ണൻ നായർ VSSC ഡയറക്ടറാണ്. അജിത് കുമാർ മൊഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാനാണ്. അടുത്തൊരു പേജ് നോക്കുക. നബാർഡിൻ്റെ ചെയർമാൻ ആരാണ്? നബാർഡിൻ്റെ ചെയർമാൻ ഷാജി KV ആണ്. നബാർഡിൻ്റെ ചെയർമാൻ ഷാജി KV ആണ്. ഇത് റീസെൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നബാർഡിൻ്റെ ചെയർമാൻ ശ്രീ ഷാജി KV ആണ്. SBI ചെയർമാൻ ചെല്ല ശ്രീനിവാസുലു ഷെട്ടിയാണ്. SBI ചെയർമാൻ ചെല്ല ശ്രീനിവാസുലു ഷെട്ടി. LICയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ്. LIC ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തി. സെബിയുടെ ഡയറക്ടർ തുഹിൻകാന്ത പാണ്ഡെയാണ്. ഇത് റീസെൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. സെബിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. സെബി ഡയറക്ടർ തുഹിൻകാന്ത പാണ്ഡെയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് കൗശിക്. BCCI ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ ഇൻ ഇന്ത്യ പ്രസിഡന്റ് റോജർ ബിന്നി. ICC ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ജയ്ഷയാണ് അല്ലേ. ഈ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് ജയ്ഷ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള ജയ്ഷയാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ നിലവിലെ ചെയർമാൻ. PT ഉഷ ഏത് പദവിയാണ് വഹിക്കുന്നത്? IOCയുടെ ചെയർമാൻ. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ ചെയർമാനാണ് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി ചെയർമാൻ PT ഉഷ. ട്രായുടെ നിലവിലെ ചെയർമാൻ അനിൽകുമാർ ലഹോട്ടിയാണ്. PTA പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTIയുടെ ചെയർമാൻ KN ശാന്തകുമാറാണ്. PTIയുടെ ചെയർമാൻ KN ശാന്തകുമാറാണ്. ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ അജയ് ബംഗ തന്നെയാണ്. ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ ലൈക്കാണ് എൻ്റെ ഒരു മൈലേജ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ അടുത്തിടെ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട നിയമനങ്ങൾ. ഇനി കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട നിയമനങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉടനെ തന്നെ റിലീസ് ചെയ്യുന്നതാണ്. നിങ്ങളിത് കേട്ട് തന്നെ പഠിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു നോട്ട് കുറിച്ച് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലാസ്റ്റത്തെ ഒരു പോയിന്റ് കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. ഷാജി KV ആരാണ്? നബാർഡിൻ്റെ ചെയർമാനാണ്. ചെല്ല ശ്രീനിവാസുലു ഷെട്ടി SBI ചെയർമാൻ. സിദ്ധാർത്ഥ മൊഹന്തി LIC ചെയർമാൻ. തുഹിൻകാന്ത പാണ്ഡെ സെബി ചെയർമാൻ. മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. റോജർ ബിന്നി BCCI പ്രസിഡന്റ്. ജയ്ഷ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ. PT ഉഷ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി ചെയർമാൻ. അനിൽകുമാർ ലഹോട്ടി ട്രായി ചെയർമാൻ. KN ശാന്തകുമാർ PTI ചെയർമാൻ, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ. അജയ് ബംഗ ലോകബാങ്കിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്